വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. ഏതാണ്ട് AD 347 അന്ത്യോക്യയിലാണ് ജോൺ ക്രിസോസ്റ്റം ജനിച്ചത്. പ്രതിഭാശാലിയും വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധൻ. വിശുദ്ധ അത്തനാസിയൂസ്, വിശുദ്ധ ഗ്രിഗറി നാസിയാൻസൻ, വിശുദ്ധ ബേസിൽ എന്നിവർക്കൊപ്പം പൗരസ്ത്യ സഭയിലെ 4 മഹാവേദപാരംഗതന്മാരുടെ ഗണത്തിൽ വിശുദ്ധനും ഉൾപ്പെടുന്നു. ജോണിന്റെ പിതാവ് ലത്തീൻകാരനും മാതാവ് ഗ്രീക്ക് വംശജയുമായിരുന്നു. വിശുദ്ധൻ ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മാതാവായ അന്തൂസ തന്റെ 20ാമത്തെ വയസ്സിൽ വിധവയായി. 2ാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അന്തൂസ തന്റെ മുഴുവൻ ശ്രദ്ധയും തന്റെ മകനെ നല്ല നിലയിൽ വളർത്തുന്നതിൽ കേന്ദ്രീകരിച്ചു. അക്കാലത്ത് ലഭ്യമായ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് അവൾ തന്റെ മകന് നൽകിയത്. യുവാവായിരിക്കെ ജോൺ അന്ത്യോക്യയിലെ പാത്രിയാർക്കീസായിരുന്ന മെലത്തിയൂസിന്റെ സ്വാധീനത്തിലായതാണ് വിശുദ്ധന്റെ ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിട്ടത്. മെലത്തിയൂസ് അവനെ ഡിയോഡോറോയിലെ ആശ്രമ വിദ്യാലയത്തിൽ അയച്ച് പഠിപ്പിക്കുകയും പിന്നീട് അവനെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്താണ് ജോൺ തന്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത്. ഒരു സന്യാസിയായി തീരണമെന്നായിരുന്നു ജോൺ തീരുമാനിച്ചത്. അതനുസരിച്ച് അദ്ദേഹം ഒരു സന്യാസിയായി ഗുഹയിൽ താമസിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഹെസിച്ചിയൂസ് എന്ന സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അവിടെ വെച്ച് പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും തന്റെ സുവിശേഷ പ്രഘോഷണം ദൗത്യം ആരംഭിക്കുകയും ചെയ്തു. അടുത്ത 12 വർഷക്കാലം വിശുദ്ധൻ തന്റെ മാസ്മരിക പ്രഘോഷണങ്ങളും പ്രഭാഷണ പാഠവും കൊണ്ട് അന്ത്യോക്യ മുഴുവൻ ഇളക്കിമറിച്ചു. വിശുദ്ധന്റെ അറിവും വാക്ചാതുര്യവും അപാരമായിരുന്നു. ഈ സമയത്താണ് വിശുദ്ധന് ക്രിസോസ്റ്റം അല്ലെങ്കിൽ സ്വർണ്ണ നാവുകാരൻ എന്ന വിശേഷണം ലഭിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശുദ്ധമായ സ്വർണം പോലെയായിരുന്നു. 397 കോൺസ്റ്റന്റിനോപ്പിളിലെ പരിശുദ്ധ സിംഹാസനം ഒഴിവായപ്പോൾ അക്കാർഡിയൂസ് ചക്രവർത്തി വിശുദ്ധനെ അവിടുത്തെ പാത്രിയാർക്കീസായി വാഴിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ വിശുദ്ധൻ ആ പദവി നിരസിക്കുമോ എന്ന ആശങ്കയാൽ ചക്രവർത്തി വിശുദ്ധനെ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് സൂത്രത്തിൽ വരുത്തിക്കുകയും 398 അവിടുത്തെ മെത്രാനായും പാത്രിയാർക്കീസുമായി വാഴിക്കുകയും ചെയ്തു. രാഷ്ട്രീയപരമായ ചതികളും ധാരാളിത്തവും അത്യാർത്ഥിയുമാണ് വിശുദ്ധന് അവിടെ കാണുവാൻ കഴിഞ്ഞത്. അദ്ദേഹം ചിലവുകൾ ചുരുക്കി പാവങ്ങളെ ധാരാളമായി സഹായിക്കുവാൻ തുടങ്ങി. ആശുപത്രികൾ പണിയുകയും പുരോഹിത വൃന്ദത്തിൽ പുതിയ ഉണർവുണ്ടാക്കുകയും ആശ്രമപരമായ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ വിശുദ്ധന്റെ ഈ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന് ശത്രുക്കളെയും നേടിക്കൊടുത്തു. ചക്രവർത്തിനിയായ യൂഡിയോക്യായും അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസായിരുന്ന തിയോഫിലൂസും ആയിരുന്നു അവരിൽ പ്രമുഖർ. അധികം താമസിയാതെ നഗരം കലുഷിതമാവുകയും വിശുദ്ധന്റെ ജീവന് ഭീഷണിയുണ്ടാവുകയും ചെയ്തു. 404 ചക്രവർത്തി വിശുദ്ധനെ നാടുകടത്തി. 407 വിശുദ്ധൻ മരണപ്പെടുന്നത്. 1204 വിശുദ്ധന്റെ ഭൗതിക ശരീരം റോമിലെ സെയിന്റ് പീറ്റേഴ്സിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും 2004 നവംബർ 27 ജോൺ പോൾ 2 പാപ്പ അത് ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് തിരികെ കൊടുത്തു. വെള്ളിയും രത്നവും കൊണ്ട് പൊതിഞ്ഞ അദ്ദേഹത്തിന്റെ തലയോട്ടി ഗ്രീസിന്റെ ഉത്തരഭാഗത്തുള്ള അഥോസ് മലയിൽ വഡോപേഡി ആശ്രമത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിരവധി അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു. വിശുദ്ധന്റെ വലത് കരവും അത്തോസ് മലയിൽ സൂക്ഷിച്ചിരുന്നു.